ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദാരുകൻ ദ്വാരകയെ പ്രാപിച്ചു വസുദേവരുഗ്രസേനാദിയെയും വണങ്ങി വൃത്താന്തവും അറിയിച്ചതു നേരം കൃഷ്ണന്റെ വിനാശവും അറിഞ്ഞു വൃഷ്ണികൾ തന്നാശാദി സമസ്തവും. നൃപതി വീരന്മാരും മോഹിച്ചു ഭൂമൗ വീണു താവത്തോടുണർന്നിരുന്നങ്ങനെ കൃഷ്ണവൃത്തം പറഞ്ഞു. ജ്ഞാതിനാശ ശബ്ദമാമസ്ത്രമേറ്റും പരിചോടേറ്റം മോഹചേതസാ വസുദേവൻ ദേവകീ രോഹിണിയുമാദിയായി സമസ്തരും ദുഃഖേന പുറപ്പെട്ടു. മൃതരായവർ തന്നെയൊക്കെയും വന്നു കണ്ടു ദുഃഖിച്ചാർ പലതരം. ഉൾക്കാമ്പിൽ ശോകത്തോടെ വസുദേവരും പിന്നെ ദേവകീ രോഹിണിയും കൃഷ്ണരാമേതി ചൊല്ലി കേവലമുറപ്പിച്ചു ദേഹത്യാഗവും ചെയ്തു. മുക്തരായി വന്നിതതു കണ്ടൊരു നേരത്തിങ്കൽ ഉത്തമയായ നാരി രേവതി രാമൻ തന്നെ ചിന്തിച്ചിട്ടഗ്നി തന്നിൽ ചാടിത്തൻ ദേഹത്യാഗം ഹന്തവേഗേന ചെയ്തു. രാമങ്കൽ ചേർന്നാളവൾ നാരികൾ അവരവർ തമ്മുടെ ഭർത്താക്കളെ പാരമാലിംഗനേന വൻഹിയിൽ പ്രവേശിച്ചു. ശ്രീകൃഷ്ണ പത്നിമാരാം രുക്മിണി മുതലായോർ ശ്രീകൃഷ്ണ ധ്യാനത്തോടെ വൻഹിയിൽ പ്രവേശിച്ചു. തന്നുടെ ദേഹം പോയതേതുമേ അറിയാതെ ചെന്നവരവരവർ കാരണേ ചേർന്നുകൊണ്ടാർ. പിന്നെ അർജുനൻ കൃഷ്ണൻ തന്നുടെ വിയോഗത്താൽ ഖിന്നനായി മുന്നം ഭഗവാൻ ഉപദേശിച്ചൊരു ജ്ഞാനത്താൽ വിവേകിച്ചു സ്വസ്ഥനായി ധൈര്യത്തോടെ മൃതരായി ദിവം പുക്ക യാദവ ബന്ധുക്കൾക്കു പിതൃകർമ്മങ്ങളെയും ചെയ്യിപ്പിച്ചനന്തരം കൃഷ്ണനാൽ തൃപ്തമായ ദ്വാരകാപുരി തന്നെ തക്ഷണം സമുദ്രവും മാധവാലയം വിന ഒക്കെയും മുക്കി നൃപ വാസവി കാൺകത്തന്നെ. മാധവാലയം അതും ഭഗവത് രൂപത്തെയും ചേതസി ചിന്തിപ്പോർക്കു സർവമംഗളം ഫലം. ദ്വാരക തന്നിലബ്ധി പരന്നു വരും മുമ്പേ യാദവ കുലശേഷമുള്ള നാരികളെയും ബാലന്മാരെയും ഒക്കെ കൊണ്ടു നിൻ പിതാമഹൻ കാലമേ പോന്നിട്ടിന്ദ്രപ്രസ്ഥവും പുക്കുമിന്നെ വജ്രനെ രാജാവാക്കി അഭിഷേകവും ചെയ്തു. അർജുനൻ ഹസ്തിനമാപുരിയിൽ പുക്കു. പിന്നെ ഭ്രാതാക്കളോടും കൃഷ്ണനാദിബന്ധുക്കൾ തൻ്റെ ഹിതകാരണം കേൾപ്പിച്ചെല്ലാവരും ഒരുമിച്ചു നിന്നുടെ പിതാമഹന്മാരവരേവരുമായി നന്നായി രാജ്യത്തിങ്കൽ അഭിഷേകവും ചെയ്തു. മന്നവാ, നിന്നെ വംശോദ്ധരനായി കൽപ്പിച്ചിട്ടങ്ങുത്തര മാർഗത്തിനു പ്രസ്ഥാനമതും ചെയ്തിട്ടുത്തമന്മാരാമവർ സാധിച്ചാർ പുരുഷാർത്ഥം. ഇങ്ങനെ ദേവദേവനായിരിക്കുന്ന വിഷ്ണു തന്നുടെ ജന്മകർമ്മ ലീലകൾ യാതൊരുത്തരാകിയ നരന്മാരും ശ്രദ്ധയാ ശ്രവിക്കയും ചേതസി ചിന്തിക്കയും ചൊൽക്കയും ചെയ്യുന്നവർ പാതകം സമസ്തവും മോചിക്കുമത്രയല്ല ചേതസ് ശുദ്ധമായി പരമഭക്തി മുക്തി തന്നെയും ലഭിക്കുന്നു സന്ദേഹമതിനില്ല എന്നു ശ്രീശുകമുനി ശ്രീ പരീക്ഷിത്തിനോട് ചൊന്നതുപോലെ സൂതൻ ശൗനകാദികളോടു നന്നായി പറഞ്ഞതിനു ശേഷം സൽക്കഥകളെ ചൊല്ലുവൻ നാളെയെന്നു ചൊല്ലി മേലേടമോർത്തു കല്യാണമോടെ വസിച്ചാളന്നു പൈങ്കിളിയും. ഹരി ഓം തത്സത്. ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരയേ നമഃ.